അധ്യായം 22. ഐ ആം നോട്ട് എ ഗേ. നീലിമ സൂര്യയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് തീർന്നപ്പോഴേക്കും മല്ലിക അശ്വിനെയും കൂട്ടി അവിടേക്ക് വന്നു. മോള് തിരക്കിലാണോ? മല്ലിക ചോദിച്ചു. നീലിമ അത് കേട്ട് തല ഉയർത്തി നോക്കി. ഏയ് അല്ല മല്ലികാമ്മ, ഇരിക്ക്, നീലിമ പറഞ്ഞു. മല്ലിക അശ്വിനെയും മടിയിലിരുത്തി സോഫയിലിരുന്നു. ആ, മോള് പറഞ്ഞില്ലേ സ്കൂളിന്റെ കാര്യം? അത് ഞാൻ തിരക്കിയിരുന്നു. ഇവിടെ ചുറ്റുവട്ടത്തായി 3-4 സ്കൂളുണ്ട്. എളുപ്പത്തിൽ പോയി വരാവുന്നതാണ് ഞാൻ നോക്കിയത്, മല്ലിക പറഞ്ഞു. നീലിമ അത് കേട്ട് അവരെ നോക്കി. അവൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ഏത് സ്കൂളാ നല്ലതാണെന്ന് മല്ലികാമ്മയ്ക്ക് തോന്നുന്നേ? നീലിമ ചോദിച്ചു. അതിപ്പോ ഞാൻ എന്തു പറയാനാ, ഇതൊക്കെ നല്ല സ്കൂളാ. എന്നിട്ട് അവരൊരു ലിസ്റ്റ് എടുത്ത് അവൾക്ക് നീട്ടി. നീലിമ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് മുകളിലേക്ക് വന്നു. അവനെ കണ്ട അശ്വിൻ മല്ലികയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി. ഡാഡി, അശ്വിൻ വിളിച്ചു. സിദ്ധാർത്ഥ് അവനെ എടുത്തു പൊക്കി. എന്തായി, സ്കൂള് കിട്ടിയോ? അവരുടെ സംസാരം വരും വഴി ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു. ഇല്ല മോനെ, നോക്കിക്കൊണ്ടിരിക്കുക, മല്ലിക പറഞ്ഞു. എന്നാ ഇനി നോക്കണ്ട, ഞാനത് ശരിയാക്കിയിട്ടുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് മല്ലികയും നീലിമയും പരസ്പരം നോക്കി. അച്ചു നമ്മുടെ സ്കൂളിൽ പഠിച്ചാ മതി, സിദ്ധാർത്ഥ് അശ്വിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. നഗരത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരും പഠന സംവിധാനങ്ങളുമുള്ള സ്കൂളാണ് വിശ്വ ഗ്രൂപ്പിന്റെ വിശ്വവിദ്യാലയ പബ്ലിക് സ്കൂൾ. അവിടെ ഒരു അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ ക്യൂ ആണ്. അവിടെ തന്നെ അശ്വിനെ ചേർക്കാൻ സിദ്ധാർത്ഥ കാണിച്ച മനസ്സിനെ എന്തു പറയണമെന്ന് പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. അല്ല, പറഞ്ഞ പോലെ ഞാൻ ആ കാര്യമേ മറന്നുപോയി. നമ്മുടെ സ്കൂളുണ്ടാകുമ്പോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എന്തിനാ വല്ലയിടത്തും അയക്കണതില്ലേ, മല്ലിക സന്തോഷത്തോടെ പറഞ്ഞു. അവർ നമ്മുടെ കുഞ്ഞ് എന്ന് പ്രയോഗിച്ചത് കണ്ട സിദ്ധാർത്ഥ് മല്ലികയെ തന്നെ നോക്കി. മല്ലികാമ്മ, അവനെ നമ്മുടെ സ്കൂളിൽ തന്നെ ചേർത്താൽ മതിയെന്ന് നിങ്ങൾ പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ ആ കാര്യം വിട്ടുപോയി കുഞ്ഞേ. നീലിമ, നമുക്ക് നാളെ തന്നെ അവനെ സ്കൂളിൽ ചേർക്കേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ശരി സിദ്ധാർത്ഥ്, നീലിമ പറഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ജോലിയായി, അശ്വിന് സ്കൂളുമായി, എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടോ, സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു. അവന്റെ സൗമ്യമായ പെരുമാറ്റം കണ്ട് മല്ലിക അമ്പരന്ന് നിന്നു. നീലിമയും അതേ അവസ്ഥയിലായിരുന്നു. ഇയാളപ്പോ വിചാരിച്ച പോലെ അത്ര വലിയ ദേഷ്യക്കാരനൊന്നുമല്ല. ഹോ, സമാധാനം, നീലിമ മനസ്സിൽ പറഞ്ഞു. നിനക്ക് ഈയിടെയായി മനസ്സിൽ സംസാരിക്കുന്ന ശീലം കുറച്ച് കൂടുന്നുണ്ട്. അത് കുറച്ചില്ലേ നല്ല ഇടിമേടിക്കും നീ, നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു. ദൈവമേ, ഇയാള് ദേഷ്യക്കാരനൊന്നുമല്ലെന്ന് പറഞ്ഞ് നാക്കെടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ദേ ചൂടാവാൻ തുടങ്ങി. അല്ല, ഇയാൾ ഇടിക്കാൻ വരുമ്പോ ഞാൻ നോക്കി നിൽക്കാൻ പോവല്ലേ, നീലിമ മനസ്സിൽ പറഞ്ഞു. എന്തേ, ഒന്നും പറയുന്നില്ലേ, സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ലായേ, തമാശ പോലെ അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അവളെ നോക്കി സിദ്ധാർത്ഥ് അറിയാതെ പുഞ്ചിരിച്ചു പോയി. എന്റെ ഈശ്വര, എന്റെ സിദ്ധാർത്ഥ ഇപ്പൊ ചിരിച്ചത്. ഒരു പെണ്ണ് വന്ന് കയറിയതിന്റെ ഓരോ മാറ്റങ്ങളെ എല്ലാം കണ്ടു നിന്ന മല്ലിക കള്ളച്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ഓഫീസിലെ നമ്പറിൽ ഡയൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു. ആക്ടർ സൂര്യ ഇല്ലേ? കൈവിട്ടു പോകാതെ നോക്കണം. സാലറി ഒരു പ്രശ്നമല്ല, പക്ഷേ അവൻ നമ്മുടെ കൂടെ വേണം. പിന്നെ അവന്റെ ചാർജ് പുതിയ ജോയിനിയെ ഏൽപ്പിക്കണം. സർ, മിസ് നീലിമയുടെ കാര്യമാണോ പറയുന്നത്? മാനേജർ ചോദിച്ചു. യാ, അതെ. നീലിമ വളരെ കഴിവുള്ള ആളാണ്. ഞാൻ അവരുടെ CV നോക്കിയിരുന്നു. സോ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തേക്ക്. പിന്നെ സൂര്യയുടെ കാര്യങ്ങൾ ഇനി നീലിമ നോക്കിക്കോളൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട മാനേജർ എല്ലാം സമ്മതിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന അശ്വിന് അമ്മയെ കുറിച്ചാണ് ഡാഡി സംസാരിച്ചതെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. പിറ്റേന്ന് രാവിലെ നീലിമ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു. മല്ലിക അവൾക്ക് വേണ്ടി വാങ്ങിയ പുതിയ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് എടുത്തുകൊണ്ടുവന്നു. നീലിമ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ധരിച്ചു. മല്ലിക പിന്നീട് ഹാളിൽ അശ്വിന്റെ സ്കൂളിലേക്ക് ആവശ്യമായ രേഖകൾ അടങ്ങിയ ഫോം പൂരിപ്പിക്കാനിരുന്നു. മല്ലികാമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവില്ലേ ഞങ്ങളെ കൊണ്ട്, നീലിമ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട് മോളെ, മല്ലിക പറഞ്ഞു. അല്ല, ഇതെല്ലാം ഞാനല്ലേ ചെയ്യേണ്ടത്. മല്ലികാമ്മയ്ക്ക് അല്ലെങ്കിലേ നല്ല ജോലിയുള്ളതല്ലേ. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ കുട്ടി. മോൾക്കും സിത്തു കുഞ്ഞിനും ഒരുപാട് തിരക്കുള്ളതല്ലേ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. മോള് വേഗം ഇറങ്ങാൻ നോക്ക്, ഓഫീസിലെത്താൻ വൈകണ്ട, മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അവൾ ഒരുങ്ങിറങ്ങി വരുമ്പോൾ അശ്വിൻ റെഡിയായി ഹാളിലേക്ക് വന്നു. മല്ലികയാണ് അവനെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിലേക്ക് അയക്കാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഒരു മുത്തശ്ശി കടമ ചെയ്യുന്നത് പോലെയാണ് മല്ലിക അവന്റെ ഓരോ കാര്യവും ചെയ്യുന്നത്. അത് കണ്ട് നീലിമയ്ക്ക് സന്തോഷം തോന്നി. അശ്വിന് അതുവരെ ഉണ്ടായ ഓരോ അനുഭവങ്ങളും അവൾ ഓർത്തു. അച്ഛനും സത്യഭാമയും അടക്കം തന്റെ കുടുംബത്തിൽ ആരും ഇതുപോലെ അശ്വിനെ സ്നേഹിച്ചിട്ടില്ല. അമ്മ, അശ്വിൻ വിളിച്ചു. അത് കേട്ട നീലിമ അവനെ നോക്കി.
അമ്മയുടെ അച്ചുക്കുട്ടൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. നീലിമ അവനെ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഹാപ്പി ആവാൻ വേണ്ടിയാ അച്ചുക്കുട്ടൻ സ്കൂളിൽ പോകുന്നേ. അശ്വിൻ പറഞ്ഞു. അവന് സ്കൂളിൽ ചേരാൻ തീരെ താല്പര്യമില്ലെന്ന് നീലിമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അച്ചോ, മോൻ പഠിച്ച് വലിയ ആളൊക്കെ ആവേണ്ടേ? അപ്പോ സ്കൂളിൽ പോവാതെ പറ്റുമോ? നീലിമ സ്നേഹത്തോടെ ചോദിച്ചു. അവരുടെ സംസാരം കേട്ട് നിൽക്കുകയായിരുന്നു മല്ലിക. അച്ചുവിനതൊക്കെ അറിയാം, അശ്വിൻ പറഞ്ഞു. അവന്റെ കുറുമ്പ് കണ്ടപ്പോൾ നീലിമയ്ക്ക് അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുക്കാൻ തോന്നി. സ്കൂൾ യൂണിഫോമിൽ അശ്വിൻ വളരെ ക്യൂട്ടായിരുന്നു. അച്ചുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മ ചോക്ലേറ്റ് വാങ്ങിവെക്കാം, നീലിമ പറഞ്ഞു. അശ്വിൻ അതിന് മറുപടി പറയാതെ നീലിമയെ കെട്ടിപ്പിടിച്ചു. അവന്റെ കുഞ്ഞിക്കൈ അവളുടെ കഴുത്തിൽ ചുറ്റിയപ്പോൾ അവൻ ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. എത്ര പെട്ടെന്നാണ് എന്റെ മോൻ വളർന്നത്. നീലിമ നെടുവീർപ്പിട്ടു. മല്ലികയോട് യാത്ര പറഞ്ഞ ശേഷം അവൾ അശ്വിനെയും കൂട്ടി സിദ്ധാർത്ഥ ഏർപ്പെടുത്തിയ കാറിൽ സ്കൂളിലേക്ക് ചെന്നു. സിദ്ധാർത്ഥ എല്ലാം ആദ്യമേ പറഞ്ഞു ഏൽപ്പിച്ചതുകൊണ്ട് അവനെ സ്കൂളിൽ ചേർക്കാൻ അധിക സമയമെടുത്തില്ല. അശ്വിനെ അവന്റെ ക്ലാസ് റൂമിൽ കൊണ്ടുവിട്ട ശേഷം നീലിമ ഓഫീസിലേക്ക് പോയി. അമ്മ പോകുന്നത് അശ്വിൻ ക്ലാസ് റൂമിൽ ഇരുന്നു നോക്കി. നീലിമ ഓഫീസിൽ കയറി ചെന്നു. അവിടെ പഴയ ജോലിക്കാരെ പിരിച്ചുവിട്ടത് കാരണം സ്റ്റാഫുകൾ കുറവായിരുന്നു. നീലിമ നേരെ മാനേജറുടെ മുറിയിലേക്ക് ചെന്നു. ജോലിക്ക് കയറാൻ വേണ്ടിയ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവൾ മറ്റൊരു മുറിയിലേക്ക് ചെന്നു. അവളുടെ ടീം ലീഡ് പുതിയ ഒരാളാണ്. അയാളുടെ മുറി തേടിയാണ് നീലിമ നടക്കുന്നത്. മാനേജറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അവളുടെ ഡ്യൂട്ടിയും മറ്റും അയാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നീലിമ മുറിയുടെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്കു കയറി. ടീം ലീഡ് അല്പം പ്രായം ചെന്ന ആളായിരുന്നു. നീലിമയ്ക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായി. പല സിനിമകളും വെബ് സീരീസും ചെയ്ത് വിജയിപ്പിച്ച പ്രതാപായിരുന്നു അവരുടെ ടീം ലീഡ്. ഗുഡ് മോർണിംഗ് സർ, നീലിമ പറഞ്ഞു. പ്രതാപ് തല ഉയർത്തി അവളെ നോക്കി. ഗുഡ് മോർണിംഗ്, അയാൾ പറഞ്ഞു. സർ, ഞാൻ നീലിമ, നിങ്ങളുടെ ടീമിലെ ന്യൂ ജോയിനിയാണ്. അത് കേട്ട് പ്രതാപ് അവളോട് ഇരിക്കാൻ പറഞ്ഞു. CV ഞാൻ കണ്ടിരുന്നു. നീലിമയെപ്പോലെ ഒരാളെയാണ് ഈ കമ്പനിക്ക് ഇപ്പോൾ ആവശ്യം, അയാൾ പറഞ്ഞു. പ്രതാപിന്റെ പ്രകൃതം കണ്ട് ദേഷ്യക്കാരനാണ് എന്നായിരുന്നു അതുവരെ നീലിമയുടെ ധാരണ. അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് അതങ്ങനെയല്ലെന്ന് മനസ്സിലായി. താങ്ക്സ് സർ. സൂര്യയുടെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അവനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ ഉറപ്പായും അവൻ കമ്പനിക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് നീലിമയ്ക്ക് തോന്നി. തനിക്ക് അവനെ നന്നായി ഗൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആദ്യ ദിവസം തന്നെ ടീം ലീഡറോട് സംസാരിക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. മിസ് നീലിമ, ആക്ടർ സൂര്യയുടെ പ്രൊഫൈൽ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അയാളെ ഗൈഡ് ചെയ്യാനുള്ള ചുമതല തനിക്കാണ്. അപ്പോ നീലിമ ജോലിക്ക് കയറിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. സൂര്യ ഡയറക്ടറുടെ ക്യാബിനിൽ കാണും, പ്രതാപ് പറഞ്ഞു. കാര്യങ്ങളെല്ലാം താൻ ചിന്തിക്കുന്നത് പോലെ നടക്കുന്നത് കണ്ട് നീലിമയ്ക്ക് അതിശയം തോന്നി. ഷെടാ, ഇത് കൊള്ളാലോ. അല്ല, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മുൻപ് ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും നടക്കാറില്ലായിരുന്നു. ഇതിപ്പോ എന്താണോ എന്തോ, നീലിമ മനസ്സിൽ പറഞ്ഞു. താങ്ക് യു സർ. നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് മുറിയിൽ നിന്നും പോയി. പ്രതാപ് തന്റെ ജോലികളിലേക്ക് മടങ്ങി. ഡയറക്ടറുടെ മുറിയിൽ സുമുഖനായ ഒരാൾ ചെയറിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അയാളുടെ വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം മുറിയിലാകെ പടർന്നിരുന്നു. അവന്റെ പേര് സാം അലക്സ് എന്നായിരുന്നു. അയാളുടെ ടേബിളിന് മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ ഭയന്നു നിൽക്കുന്നുണ്ട്. സാം ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നിട്ട് അവനെ നോക്കി. അപ്പോ നമ്മൾ എവിടെ സൂര്യ പറഞ്ഞു നിർത്തിയത്? സാം ചോദിച്ചു. അത് കേട്ട് സൂര്യ അവനെ കൂടുതൽ ഭയത്തോടെ നോക്കി. നിന്റെ പെങ്ങളുടെ കാര്യം. അല്ല, നീ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്? സാം ചോദിച്ചു. അല്ല, ഞാനത് പറ്റില്ലെന്ന് പറയാനാ വന്നത്, സൂര്യ പറഞ്ഞു. അത് കേട്ട് സാമിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അയാൾ ദേഷ്യത്തിൽ സൂര്യയെ നോക്കി. അപ്പൊ നിന്റെ പെങ്ങളെ ചികിത്സിക്കാൻ നിനക്ക് പണം വേണ്ടേ? സാം ചോദിച്ചു. അത് കേട്ടപ്പോൾ സൂര്യ അയാളെ ദയനീയമായി നോക്കി. അപ്പോൾ സാം അലക്സ് തുടർന്നു. നോക്കു സൂര്യ, നീ ബുദ്ധിയുള്ള പയ്യനാ. എന്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ കണ്ട അന്ന് മുതൽ നീ എന്നെ മോഹിപ്പിക്കുന്നതാണ്. ഞാനൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തിയേ അടങ്ങൂ, സാം പറഞ്ഞു. അവന്റെ നോട്ടം തന്റെ ശരീരത്തിലേക്കാണെന്ന് കണ്ടപ്പോൾ സൂര്യക്ക് അറപ്പ് തോന്നി. അവൻ മുഖം തിരിച്ചു കളഞ്ഞു. സത്യത്തിൽ സൂര്യയെ വളരാൻ വിടാതെ തടയുന്നത് സാം അലക്സ് തന്നെയായിരുന്നു. അവൻ തനിക്ക് വഴങ്ങുന്നത് വരെ അവനെ ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാം സമ്മതിക്കില്ല. സൂര്യക്ക് അതറിയാമായിരുന്നു. സൂര്യ, നിന്നെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? സാം ചോദിച്ചു. സൂര്യ അതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നീ പോലും വിചാരിക്കാത്ത നിലയിൽ ഞാൻ നിന്നെ വളർത്തും സൂര്യ.
സാം ആവേശത്തോടെ പറഞ്ഞു. അങ്ങനെ നാണം കെട്ട് എനിക്ക് വളരണ്ട, സൂര്യ അയാളുടെ മുഖത്ത് തന്നെ നോക്കി പറഞ്ഞു. അത് കേട്ട് സാമിന്റെ മുഖം ഇരുണ്ടു. അപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് സാരം. എന്നാ ശരി, നിന്റെ പെങ്ങളെ ചാവുന്നത് കണ്ടു നിൽക്കാനാവും നിന്റെ വിധി, സാം പറഞ്ഞു. അത് കേട്ട് സൂര്യയുടെ മനസ്സ് വേദനിച്ചു. അവന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. സാം പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ഉറപ്പായും അയാൾ സഹോദരിയെ അപകടപ്പെടുത്താനും ശ്രമിച്ചേക്കും. ശാരീരികമായി എങ്ങനെയാണ് സാം ആവശ്യപ്പെട്ട കാര്യം തനിക്ക് ചെയ്യാൻ കഴിയുക? സൂര്യ ചിന്തിച്ചു. എന്ത് സൂര്യ, ഇത്രയൊക്കെ ആലോചിക്കേണ്ട കാര്യം എന്താ ഇതില്? ഈ കാര്യം നമ്മൾ മാത്രമേ അറിയൂ, സാം പറഞ്ഞു. അയാൾ ഇടയ്ക്കിടെ സൂര്യയെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. അവനെ ആദ്യമായി കണ്ടതു മുതൽ സാം അലക്സിന് സൂര്യയോട് വല്ലാത്തൊരു സെക്ഷൽ അടുപ്പം തോന്നുന്നുണ്ടായിരുന്നു. സൂര്യയെ കീഴ്പ്പെടുത്താൻ അയാൾ പല വഴിയും പരീക്ഷിച്ചു. പക്ഷെ അവൻ ഒരിക്കലും വഴങ്ങിയില്ല. അങ്ങനെ ഇരിക്കെയാണ് സൂര്യയുടെ സഹോദരിക്ക് വലിയൊരു ഓപ്പറേഷൻ വേണ്ടിവരുമെന്ന് സാം അലക്സ് അറിയുന്നത്. സാമ്പത്തികമായി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞാണ് സാം അലക്സ് ഇപ്പോൾ അവനെ മുറിയിലേക്ക് വരുത്തിയത് പോലും. അപ്പോഴും സൂര്യ വഴങ്ങാൻ തയ്യാറാവുന്നില്ല. സൂര്യ, നീ എന്റെ ആഗ്രഹം നടത്തി തരില്ലേ? നിന്നോട് എനിക്ക് അത്രമാത്രം സ്നേഹം തോന്നുന്നു. സാം അലക്സ് വല്ലാത്തൊരു സ്വരത്തിലാണ് അത് പറഞ്ഞത്. സൂര്യക്ക് അത് കേട്ട് അയാളെ തല്ലിക്കൊല്ലാൻ തോന്നി. എങ്കിലും സഹോദരിയെ ഓർത്ത് അവൻ തൽക്കാലം ക്ഷമിച്ചു. സൂര്യ, ഒരൊറ്റ തവണ മാത്രം മതി. ഈ ദിവസം കഴിഞ്ഞ ഞാൻ ഒരിക്കലും നിന്നെ പിന്നെ ഈ ആവശ്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല, സാം അലക്സ് സ്വരം താഴ്ത്തി പറഞ്ഞു. ഞാനൊരു ഗേ അല്ല സർ, സൂര്യ നിയന്ത്രണം വിട്ടു പറഞ്ഞു പോയി. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ സാമിന് ദേഷ്യം വന്നു. അവൻ ഉടനെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സൂര്യയെ രൂക്ഷമായി നോക്കി. ഞാൻ നിന്നോട് ഇത്രയും താഴ്ന്നു സംസാരിക്കുന്നത് എന്റെ ആവശ്യത്തിന് വേറൊരാളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നീ മനസ്സിലാക്ക്, സാം പറഞ്ഞു. അയാൾ തന്റെ ലൈംഗിക ആവശ്യം സാധൂകരിക്കാൻ വേണ്ടി സ്നേഹത്തെ കൂട്ടുപിടിച്ചത് കണ്ട് സൂര്യക്ക് വല്ലാത്ത അമർഷം തോന്നി. ജോലി നഷ്ടമായെങ്കിലോ എന്ന് ഭയന്ന് അവനൊന്നും മിണ്ടിയില്ല. സൂര്യ മിടുക്കനാണ്, എനിക്കറിയാം. സാം സൂര്യയുടെ അടുത്തേക്ക് വന്ന് തോളിൽ തൊട്ടു. ഭയന്ന സൂര്യ അയാളെ തടയാൻ ശ്രമിച്ചു. പെട്ടെന്ന് അയാളുടെ അസിസ്റ്റന്റ് ഡോറ് തുറന്ന് മുറിയിലേക്ക് കയറി വന്നു. സ്റ്റുപ്പിഡ്, ഇങ്ങനെ ഇടിച്ചു കയറിയാണോ മുറിയിലേക്ക് വരുന്നത്? സാം ചോദിച്ചു. സോറി സർ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതാ, അസിസ്റ്റന്റ് പറഞ്ഞു. എന്താ ഇത്ര അത്യാവശ്യം? സൂര്യയുടെ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് സാറിനെ മാറ്റി. പകരം ഒരു ലേഡിയെ നിയമിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് സൂര്യ ആശ്വാസത്തോടെ സാമിനെ നോക്കി. സാം ചിന്തയിലാണ്ടു. കിരൺ ഒരിക്കലും തന്നെ അറിയിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. ഏയ്, തനിക്ക് തെറ്റുപറ്റിയതാ, സാം പറഞ്ഞു. അല്ല സർ, എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഓർഡർ ഉടനെ സാറിന്റെ ഇമെയിലിൽ വരും. ഇത് കേട്ട് സാം സൂര്യയെ നോക്കി. സൂര്യ, സന്തോഷിക്കണ്ട. കിരണിനോട് പറഞ്ഞ് ആ പൊസിഷൻ ഞാൻ വീണ്ടെടുക്കും. അവൻ എന്റെ സുഹൃത്താ, അറിയാലോ. സാം പറഞ്ഞത് കേട്ട് സൂര്യയുടെ മുഖം മങ്ങി. അയാളിൽ നിന്ന് തനിക്കൊരു രക്ഷയില്ല എന്ന് അവന് തോന്നി. അസിസ്റ്റന്റ് മുറിയിൽ നിന്ന് പോയപ്പോൾ സാം സൂര്യക്കരികിലേക്ക് വന്നു. എന്നെ സന്തോഷിപ്പിക്കേണ്ടതാണ് ഇന്നത്തെ സൂര്യയുടെ ഡ്യൂട്ടി. തുടങ്ങിക്കോ. സാം സൂര്യയുടെ മുഖത്തേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് നീലിമ അവിടേക്ക് വന്നു. അത് കണ്ട സാം അലക്സ് രൂക്ഷമായി അവളെ നോക്കി. ശല്യങ്ങൾ, ഒരാളിപ്പോ പറഞ്ഞു വിട്ടതേയുള്ളൂ. ഇങ്ങനെയാണോ റൂമിലേക്ക് വരുന്നത്? ഏതാണ് നീ? മാനേഴ്സ് ഇല്ലാത്ത വർഗങ്ങൾ, സാം ദേഷ്യത്തിൽ പറഞ്ഞു. നീലിമ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചതേയുള്ളൂ. ഉടനെ തന്നെ ഒരു പ്രശ്നമുണ്ടായാൽ അത് തന്നെയാകും കൂടുതൽ ബാധിക്കുക എന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം ദേഷ്യം കടിച്ചമർത്തി അവൾ കണ്ണുകൾ അടച്ചു നിന്നു. തനിക്കൊക്കെ ഇത്ര മാനേഴ്സ് മതി മിസ്റ്റർ സാം അലക്സ്, നീലിമ മനസ്സിൽ പറഞ്ഞു.